ഋഷിയൊക്കെ ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. എങ്ങോട്ട് പോവാനാ അറിയില്ല. മിന്നുവച്ച എങ്ങോട്ട് പോവാനാ ഒരുങ്ങിക്കണ് തന്നെ? അപ്പൊ അതൊക്കെയാണ് ഓളോട് ചോദിച്ചോ. 20 വയസ്സാവത്തറ ഇന്നല്ല മറ്റന്നാള്. ഇന്ന് ഡ്യൂപ്ലിക്കേറ്റ് ബർത്ത്ഡേ. ഇന്നലെയും മിന്നാന്നും കേക്ക് മുറിച്ചൊന്നും കേക്ക് മുറിക്കല്ലേ? എന്തിനാ ഫ്രണ്ട്സുകളെ മുറിച്ചു. അപ്പൊ ഇന്ന് മോളൂന് 20 വയസ്സ് പൂർത്തിയാവാൻ പോവാണ് അല്ലേ? അപ്പൊ എന്റെ ജ്യേഷ്ഠത്തിന്റെ ഞങ്ങളെല്ലാരും കേക്ക് മുറിക്കാൻ വേണ്ടി പോവാണ്. 20 വയസ്സാവുമ്പോ എന്താണ് പറയാനുള്ളത്? നമുക്ക് വാങ്ങി കൊടുക്കണ്ട എന്നിട്ട് പറയാട്ടോ. അപ്പൊ മോളൂന് 20 വയസ്സായിട്ടോ. മോളൂന് 20 വയസ്സാവുമ്പോ എനിക്ക് 40 വയസ്സാണ് കേട്ടോ ആവുക. ഉള്ളത് April 3 എന്റേത് April 10 അപ്പോൾ മോളൂന്റെ ഈ പ്രായത്തിൽ എനിക്കുണ്ടല്ലോ മോളുണ്ടായിട്ടുണ്ട്. മോളൂനെ പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് 20 വയസ്സായത്. മോളും ഒക്കെ അപ്പോൾ 20 വയസ്സായപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. നമുക്കിപ്പോൾ എന്താണ് ഗ്രൗണ്ട് ക്രൂ ആണ്, ജോലി ചെയ്യണ്. ഞാനാണെങ്കിലോ ഒരു അമ്മ ചെയ്യാനുള്ള ഒരു ജീവിതം അല്ലേ? എന്താ വ്യത്യാസം? അപ്പം എനിക്ക് അന്ന് തന്നെ തോന്നിയിരുന്നു, അന്നല്ല എപ്പോഴും തോന്നുന്ന കാര്യം, 20 ഏജൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരിക്കലും മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒരു ഉമ്മയാവാനോ ഭാര്യ ആവാനൊന്നും ഓക്കെ അല്ല. ഒരു 25 ഒക്കെ ആകുമ്പോൾ കല്യാണം കഴിക്കുക. അപ്പോൾ ആണെങ്കിൽ നമ്മളെ പഠിപ്പൊക്കെ കഴിഞ്ഞ് നമ്മളൊരു കരിയറൊക്കെ സെറ്റാക്കിയ കരിയറിലൊക്കെ ഒന്ന് സക്സസ് ആയിട്ട് വേണം കല്യാണം കഴിക്കാം. ഇതെല്ലാവരെയും സംബന്ധിച്ചല്ല കേട്ടോ. ചിലർക്ക് പിന്നെ കല്യാണം കഴിച്ചിട്ട് നല്ല പെട്ടെന്ന് തന്നെ എന്താ പറയുക ലൈഫ് സെറ്റിൽഡ് ആയിട്ട് ഭാര്യ ഒരു ഹോമിലി ഭാര്യയായിട്ട് ജീവിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടാവും. അതങ്ങനെ ഓൾക്ക് അത് ഓക്കെ കേട്ടോ. അത് ആ കരിയർ സെറ്റ് ചെയ്യണം പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയാണ് നല്ലത്. അതാണ് കേട്ടോ എൻ്റെ അഭിപ്രായം. നിങ്ങൾക്ക് എന്താ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യോണ്ടി. അപ്പൊ ഇതിന്റെ വെഡിങ് ആനിവേഴ്സറിക്ക് ഇക്ക ഗിഫ്റ്റ് ചെയ്ത് തന്ന ചുരിദാറാണ് കേട്ടോ. അപ്പൊ ഞാനിത് ഇതുവരെ ഇട്ടിട്ടുണ്ടായില്ല. അപ്പൊ പെരുന്നാളുമാണ്, മോളൂന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ പിന്നെ ഇതിന്റെ ഇടാന്ന് വിചാരിച്ചു. എനിക്ക് ഇഷ്ടമായി കേട്ടോ. മോളൂന് ഇപ്പൊ 20 വയസ്സായി. അപ്പൊ എന്താണ് എനിക്ക് പറയാനുള്ളത്? 20 വയസ്സാവുമ്പോ എങ്ങനെയാണ് ജീവിതത്തെ നോക്കി കാണുന്നത്? എന്താ കഥ? 20 വയസ്സായി, ടീനേജ് കഴിഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നിയിട്ട് വേറെ ഒന്നും തോന്നി മാറ്റം വന്നില്ല. 20 വയസ്സായപ്പോ എന്റെ ഒരു സ്റ്റാറ്റസ് എന്താണ്? എന്തൊക്കെ സ്റ്റാറ്റസ് ഉണ്ടായി. ഇപ്പൊ ഞാൻ സെൽഫ് ഇൻഡിപെൻഡന്റ് ആയി. അപ്പൊ നമ്മള് കേക്ക് മുറിക്കാൻ പോവാല്ലേ? കേക്കിനെ പറ്റി ഒന്നും ഡിസ്കസ് ചെയ്യുക സെറ്റാക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. അവിടെ ചെന്നിട്ട് എന്താ ചെയ്യാലേ? ഞങ്ങള് കേക്ക് വാങ്ങാൻ വന്നതാണ് കേട്ടോ. നട്ടി ബബിൾ കേക്കാട്ടോ നമ്മൾ എടുക്കണത്. ഇതെന്താ എടുക്കണത്? 0 ആണോ? എന്തൊക്കെ കിട്ടി? എന്താ ഒരു കിരീടം കിട്ടി. ഇതും 20. നീ എന്തൊക്കെ എഴുതണ്ട് പറഞ്ഞു കൊടുത്തോളാം. എഴുതൂലേ? ഹാപ്പി ബർത്ത്ഡേ എഴുതിയാ മതി. 20 വേണ്ട. 20 വേണ്ട. ഹാപ്പി ബർത്ത്ഡേ മാത്രം മതി. ഇതും കൂടി ഓക്കെ. ഒന്നും വേണ്ട. ഹാപ്പി ബർത്ത്ഡേ സ്നേഹമൊന്നും വേണ്ട. അത് വെക്കാൻ അത് പാക്ക് ചെയ്യാൻ കഴിയില്ല. ഇത് നമുക്ക് സെപ്പറേറ്റ് അതിന് മുകളിൽ വെക്കാം. പിന്നെ അവിടുന്ന് സ്റ്റിക്ക് ചെയ്താൽ മതി. എന്റെ ബർത്ത്ഡേ ഒന്നല്ല പിന്നെ എന്തെങ്കിലും തൊപ്പി വെച്ചിക്കണേ. പൊട്ടിച്ചണൊന്നും വേണ്ട. അതല്ല ആ പൊട്ടിച്ചണൊന്നും വേണ്ട. ഞങ്ങൾ എവിടെ ബുക്കൊന്നും ചെയ്തിരുന്നില്ല. വളരെ പെട്ടെന്ന് ഞാൻ മോളൂനോട് ചോദിച്ചിന്. അപ്പൊ ഓക്കും അതിനെ കുറിച്ച് ഐഡിയ ഇല്ല, എനിക്കും ഐഡിയ ഇല്ല. നമ്മൾ ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ പുറത്തുനിന്ന് കേക്ക് മുറിക്കുക. അപ്പൊ കേക്ക് സ്റ്റുഡിയോയില് കട്ട് ചെയ്യാനും ഒന്നും പോയതൊന്നുമില്ല. ഐ മീൻ ബുക്ക് ചെയ്തതൊന്നുമില്ല. കഫേ ചെന്നപ്പോ 1 hour എടുക്കും പറഞ്ഞു കേക്കിനും. ഇവിടെ കേക്ക് ഇവിടെ ഉണ്ട്, ബട്ട് മാച്ചിങ് ഒന്നും അല്ല. പക്ഷെ ഇപ്പൊ സാരല്ല, മാച്ചിങ് ഒന്നും വേണ്ട. പിന്നെ കേക്ക് സ്റ്റുഡിയോയിൽ എന്താ ഷോപ്പ് തുറന്നിട്ടില്ല അല്ലേ? അതാനെ ബർത്ത്ഡേ ഋഷുവിന് എന്താ പറയാനുള്ളത്? നമുക്ക് 20 വയസ്സായി. നമുക്ക് എത്ര വയസ്സാപ്പോ? തന്നെ 11. അതല്ലേ 11 വയസ്സാണ് ആവുക എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മള് കേക്കൊക്കെ വാങ്ങിയിട്ടൊരു കഫേയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ കിഫ് ഉണ്ടല്ലോ അതിലാണ്. അപ്പൊ ഇനി കേക്ക് കട്ട് ചെയ്യണം. പിന്നെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ബിരിയാണി കേക്ക് കട്ട് ചെയ്തിട്ട് ബിരിയാണി ഇന്നാറുണ്ട് മോളോ. ഇതാണ് കേട്ടോ നട്ടി ബബിൾ കേക്കാണ്. ഡ്രസ്സിനും മാച്ച്. ഹാപ്പി ബർത്ത്ഡേ. സന്തോഷമായോ? ഓളോ സന്തോഷായോ? അപ്പൊ എന്തായി ഒക്കെ പ്രതീക്ഷ പോലെ ഭംഗിയായി നടന്നു അല്ലേ? നടന്നു പറയല്ല, നടക്കാൻ പോണു. മിന്നുവിന് എന്താ പറയാനുള്ളത്? മിന്നു ആണ് ഇതിന്റെ ഒക്കെ പിന്നിൽ
പ്രവർത്തിച്ച കറുത്ത 2 കരങ്ങളില്ലേ. അതെ അതെ തന്നെ മിന്നുവേ മോളുവിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നുണ്ടാണ്. അപ്പൊ അന്ന് തന്നെ പറഞ്ഞു ഞാൻ എന്നാ വരണ്ട്. അങ്ങനെ മിന്നു എത്തി. മിന്നു വന്നപ്പോ ഓളമ്മി ഇവിടെ എത്തി. ഋഷുവിന് പിന്നെ താത്താന്റെ ബർത്ത്ഡേ ആഘോഷിക്കണ്ടെന്നപ്പോ ഓൻ്റെതും ആഘോഷിക്കണം എന്നുള്ള പരാതിയായിരുന്നു അല്ലേ? അല്ലേ ആഘോഷിക്കണം എന്നുള്ള അഭിപ്രായം? ആഘോഷിക്കണം, കേക്ക് സ്റ്റുഡിയോയിൽ പോയി കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലേ. എന്താ നിങ്ങൾ കാട്ടണേ? നമുക്ക് എല്ലാം സെറ്റായിട്ട് ഞങ്ങൾ ആകെ വിഷമത്തിലായിരുന്നു. കേക്ക് കിട്ടുമോ, അതുപോലെ ആംബിയൻസ് കിട്ടുമോ എന്നൊക്കെ പഠിച്ചോന്റെ കൃപയാലൊക്കെ സെറ്റായി. അല്ലെങ്കിൽ ഓൾ അതന്നെ പറയും. എന്നിട്ട് ഓള് ബാംഗ്ലൂർക്ക് പോകും. അപ്പൊ നമുക്കൊരു സങ്കടം. ആദ്യം ഫോട്ടോ എടുത്താൽ മാറ്റണോ? അവിടെ എവിടെയെങ്കിലും പോണോ? ഹാപ്പി ബർത്ത്ഡേ ഞാൻ ഫസ്റ്റ് മൂത്തമാക്ക് ക്യാമറ അവിടെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. നമ്മള് പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം ഭംഗിയായി അവസാനിച്ചു. കേക്ക് കട്ട് ചെയ്തു, നല്ലൊരു ആംബിയൻസും കിട്ടി. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മിന്നു ഉണ്ടല്ലോ, മോളുവിന്റെ ഒരു ആത്മസഖിയാണ് അല്ലേ. നിങ്ങൾ തമ്മിൽ കുറച്ച് ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഓല് ഇപ്പോഴും 4 വയസ്സ് വെറും 4 വയസ്സിന്റെ ഡിഫറൻസ് ഉള്ളൂ. ഇവര് ചെറുപ്പത്തിലുണ്ടല്ലോ മിന്നു മോള് ഭയങ്കര അടികൂടലായിരുന്നു കേട്ടോ. എപ്പോഴും രണ്ടാളും വികൃതിയായിട്ട്. പക്ഷെ വലുതായപ്പോ പോലും ഭയങ്കര സ്നേഹാണ്. അപ്പോഴും അടിവിടും. മോള് നാട്ടിലെത്തിയപ്പോ മിന്നൂന് ഇങ്ങോട്ട് വരണം. അങ്ങനെയാണ്. ഇപ്പൊ ഭയങ്കര സ്നേഹ രണ്ടാളും തമ്മില്. ഓ എനിക്ക് വയ്യ. ഋഷുവിനുണ്ടല്ലോ സുഖല്ല കേട്ടോ, പെരുന്നാളായിട്ട് പനിയൊക്കെയാണ്. ഇപ്പൊ മോള് ആഗ്രഹിച്ച പോലെ തന്നെ എല്ലാം എന്താ പറയാ പൂർത്തിയായില്ലേ, നടന്നില്ലേ. അടിപൊളിയായിട്ട് ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് വിചാരിച്ചു. ഡ്രസ്സ് കിട്ടി അല്ലേ, ആഗ്രഹിച്ച പോലത്തെ ഒരു ഗൗൺ കിട്ടിയില്ല. ഓർഡർ ചെയ്ത ഡ്രസ്സ് കിട്ടിയില്ല തന്നെ. ഇനി അവിടുത്തെ ബർത്ത്ഡേ ആഘോഷിക്കപ്പെട്ടു അല്ലെ. പിന്നെ എന്താ പറയാ, കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ നല്ല ആംബിയൻസ് അല്ലേ, പുറത്തുനിന്ന് ഫുഡ് കഴിക്കലൊക്കെ പൂർത്തിയായില്ലേ, ആഗ്രഹങ്ങളൊക്കെ സഫലമായില്ലേ. അപ്പൊ 20 വയസ്സ് പൂർത്തിയാവുന്ന സമയത്ത് എന്താണ് എനിക്ക് പറയാനുള്ളത്? ഇനി വരാൻ പോകുന്ന 21ാമത്തെ വർഷം വളരെ നല്ല വർഷമാവട്ടെ. എനിക്ക് കുറെ ആഗ്രഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. പ്രശ്നങ്ങൾ വേണ്ടാന്ന് ഞാൻ പറയണില്ല. പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഫേസ് ചെയ്യാനുള്ള മനക്കരുത്തി ആൻഡ് അത് സോൾവ് ആയിങ്ങാണ്ട് സ്റ്റിൽ ഞാൻ ഹാപ്പി ആയിങ്ങാണ്ട് പോവട്ടെ. എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും ഫേസ് ചെയ്യാൻ റെഡി ആവാൻ പറ്റട്ടെ. സങ്കടപ്പെടാതെ, ടെൻഷൻ അടിക്കാതെ, ആങ്സൈറ്റി ഇല്ലാതെ എന്ത് അവസ്ഥയിലാണേലും ചിരിച്ചിട്ട് സന്തോഷത്തോടെ മൂവ് ഓൺ ചെയ്ത് പോവാൻ പറ്റട്ടെ. ഇതൊക്കെയാണ് എന്റെ ആഗ്രഹങ്ങൾ. ഞാനിപ്പോ ഏകദേശം ആഗ്രഹിച്ച സ്വപ്നത്തിന്റെ അടുത്തെത്തിയില്ലേ. ഇനി ഒരു ഇച്ചിരിയും കൂടി, ഒരു 5 മിനിറ്റ് കൂടി നടക്കാനുള്ള ദൂരേ ഉള്ളൂ അല്ലേ. ഇനി പക്ഷെ 5 മിനിറ്റ് കുറച്ച് കല്ലും മുള്ളും നിറഞ്ഞ പാതള്ള നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് ഓള് നിൽക്കുന്നത്. അറിയണവർക്ക് ഇപ്പൊ ഇത് മനസ്സിലാവുണ്ടാവൂലേ. അപ്പൊ അങ്ങനെ മോളിപ്പോ 20 വർഷം പൂർത്തിയാക്കാൻ 20ലേക്ക് കടക്കാണ് അല്ലേ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കണം എന്റെ 20 വർഷത്തെ അവസ്ഥകളൊക്കെയാണ് ഞാൻ പറയാം. എനിക്കിപ്പോ 40 വയസ്സാണ് കേട്ടോ ഇനി ആവാൻ പോണത്. മോളൂന് 20 വയസ്സ്. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കാണ്, ഞാൻ 20 വയസ്സായപ്പോൾ പ്രസവിച്ചു. മോള് ഇപ്പോഴും സ്റ്റിൽ എന്താ പറയാ പറന്ന് നടക്കാൻ മീൻസ് ഓള് പഠിക്കണ്, ജോലി ചെയ്യുന്നു, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയി. ഞാൻ 20 വയസ്സിൽ പഠിത്തം നിർത്തി, ഒരാളുടെ ഭാര്യയായി, ഒരു എന്താ പറയാ ഒരു കുട്ടിന്റെ അമ്മയായി. ഇതൊക്കെ സംബന്ധിച്ച് 20 വയസ്സിൽ ഞാൻ അതൊക്കെ എന്താ പറയാ അതൊക്കെ ഫേസ് ചെയ്യാൻ പറ്റിയൊരു ഏജ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ നമ്മളൊക്കെ അതുകൊണ്ടാണ് ഞാൻ മോളൂനോളം ഇഷ്ടത്തിന് നമുക്ക് ക്യാബിൻ ക്രൂ ആണ് അല്ലെങ്കിൽ ഗ്രൗണ്ട് ക്രൂ ആണ്, ഏവിയേഷൻ ആണ് ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ സപ്പോർട്ട് ചെയ്തത്. ആദ്യം ഇക്കാക്കും വലിയ ഇഷ്ടമൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്തു, നമ്മൾ ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുമ്പോൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്യണ്ടേ, നേരെ നമ്മൾ ഇഷ്ടമുള്ള ഫീൽഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടത്തോടു കൂടി ജോലി ചെയ്യുക. അപ്പൊ സത്യം പറഞ്ഞാൽ എന്നെ പോലെ ഒരു ഉമ്മാനെ കിട്ടിയതാണ് അവളെ ഭാഗ്യം അല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ പെട്ടെന്ന് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റും നമുക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ ഞാൻ വിചാരിച്ചു ഞാൻ ടീച്ചർ ആവണം എന്നൊക്കെയാണ് ആഗ്രഹിച്ചത്. അപ്പൊ എത്രയും പെട്ടെന്ന് കല്യാണം കഴിച്ചു, എത്രയും പെട്ടെന്ന് ഉമ്മയായി. പക്ഷെ ഓൾക്ക് അവസ്ഥ വരുന്നത് 25 ഒക്കെ ആവുമ്പോഴേക്കും
പഠിത്തം കഴിഞ്ഞ് കരിയറൊക്കെ സെറ്റായിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്നാട്ടോ ഞാൻ പറയാം. പിന്നീട് നമ്മൾ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളെ ഡ്രീമൊന്നും നേടാതെ ഒരു ജീവിതത്തിലേക്ക് കടന്നൊന്നും തോന്നരുത്. നമ്മൾ സിംഗിൾ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആഗ്രഹിച്ച പൊസിഷനിൽ എത്തുക. കരിയർ വൈസ് ആണെങ്കിലും എന്ത് വയസ്സാണെങ്കിലും നമ്മളെ പാഷനിലേക്ക് എത്തിപ്പെട്ടിട്ട് വേണം നമ്മൾ കല്യാണം കഴിക്കണം. അല്ലെങ്കിൽ കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിൽ എന്താണ് ഒരു പാർട്ട് മാത്രമല്ലേ. ഫോട്ടോ എടുക്കണൊക്കെ കിട്ടുന്നുണ്ട് ഇതില്. അപ്പൊ കല്യാണത്തിന് വേണ്ടിയിട്ട് അല്ലല്ലോ നമ്മളെ മക്കളെ വളർത്തുന്നത് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പറയാണ്. അപ്പൊ ഞങ്ങൾ പോയി ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കാൻ റെഡി ആയിരിക്കുകയാണ്. ഫുഡ് എന്താ റിശ്വത്താത്ത എന്റെ ക്ഷീണമൊക്കെ മാറിയോ? എന്തിനാ സങ്കടപ്പെടുന്നേ? സങ്കടം വരിക. നടക്കുക അല്ലെങ്കിൽ ബസ് ഇപ്പൊ പോവും. അപ്പൊ മോളൂന് ബസ് കയറ്റി ബാംഗ്ലൂർക്ക് വിട്ടിട്ട് വേണം ഞങ്ങൾക്ക് കരുവാരണ്ടക്ക് പോകാനായിട്ടോ. ഞങ്ങൾ പോയിട്ട് വരാം. എന്നിട്ട് പിന്നെ കരുവാരണ്ട് പോവും. അവിടെ 2 ദിവസം നിക്കണം വിചാരിച്ചിട്ടുണ്ട്. മോളൂന്റെ ബസ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ചില്ലീസിന്റെ അവിടെ. മോള് ഇതാ പോകാൻ റെഡി ആയി നിൽക്കുന്നുണ്ട്. അത് കാണുമ്പോ തോന്നണ പൂജ്യം മോളൂന്റെ സീറ്റാണ് കേട്ടത്. ഇരുന്നോ? ശരി ഞങ്ങൾ പോവാട്ടോ. ഓക്കെ. അപ്പൊ ഈ വ്ലോഗ് ഇവിടെ അവസാനിക്കാണ്. അപ്പൊ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.